ഡോൺ ഡോൺ കാർലോ ആൻസലോട്ടി അങ്ങനെ ബ്രസീലിന്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. നെയ്മർ സ്ക്വാഡിലുണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾക്ക് പെട്ടെന്നൊരു ഇല്ലേ എന്ന് തോന്നിപ്പോയ ഒരു പ്ലെയർ എന്ന് പറയുന്നത് ജാവോ പെഡ്രോ ആണ്. കാരണം ചെൽസിയുടെ മിന്നും സ്ട്രൈക്കർ, ചെൽസി എന്നൊരു പ്രോപ്പർ സ്ട്രൈക്കർ അവർക്കുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജാവോ പെഡ്രോ തന്നെയാണ്. ജാവോ പെഡ്രോയ്ക്ക് ബ്രസീലിന്റെ ടീമിൽ സ്ഥാനം ഉണ്ടായിരുന്നില്ല, അതായത് കാർലോ ആൻസലോട്ടിയുടെ ടീമിൽ സ്ഥാനമില്ല. കാരണം എന്താണ്? അത് നെയ്മർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണോ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ജാവോ പെഡ്രോയുടെ സ്ഥാനം കൊണ്ടുപോയത് മറ്റാരുമല്ല, ഇഗോർ തിയാഗോ. നമ്മൾ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്യൂസ് കൂഞ്ഞ, ജാവോ പെഡ്രോ ഇവരെക്കാൾ എന്തുകൊണ്ടും മികച്ചത് ഇഗോർ തിയാഗോ അല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളുടെ വീക്ഷണങ്ങളും നമ്മളുടെ കാഴ്ചപ്പാടുകളും ശരിയാണ് എന്നുള്ള ഒരു സന്തോഷം ഇവിടെയുണ്ട്. കാരണം നമുക്കറിയാം, കാർലോ എന്ന് പറയുന്ന വ്യക്തി ആള് ചുമ്മാ ഒന്നും പ്രഖ്യാപിക്കത്തില്ലല്ലോ, ചുമ്മാ ഒന്നും പറയില്ലല്ലോ. നെയ്മറെ പോലും പലതവണ മാറ്റി ഇരുത്തിയ ടീമാണത്. അപ്പോ ആള് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് ചെൽസിയുടെ ജാവോ പെഡ്രോ എന്നതിനപ്പുറം ചെൽസിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ചെൽസിയുടെ പ്രശ്നങ്ങൾ എന്താണ്? ചെൽസിക്ക് എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ലീഗിൽ പോലും സ്ലോട്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ അതിന്റെ ആ ഒരു പങ്ക് ഇവരൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ജാവോ പെഡ്രോ അടക്കം, എന്തിനു പറയണം എസ്തവോ വില്യൻ. എസ്തവോയ്ക്ക് പോലും സ്ഥാനമില്ല ബ്രസീൽ ടീമിൽ എന്നുള്ളതാണ്. എസ്തവോ ഈ വേൾഡ് കപ്പിൽ തകർക്കും, അല്ലെങ്കിൽ ഒരു യങ് ടാലന്റ് ആയിട്ട് എല്ലാവരും കണ്ടിരുന്ന എസ്തവോയ്ക്കും സ്ഥാനമില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതും ചെൽസിയുടെ ഒരു പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടായ തീരുമാനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇഗോർ തിയാഗോ എന്തായാലും അർഹനാണ്. കാരണം പ്രീമിയർ ലീഗിൽ ഇപ്പോൾ എർലിംഗ് ഹാലൻഡ് തൊട്ട് താഴെ 22 ഗോളുമായിട്ട് ആൾ ഗോൾ റേസിംഗിൽ 2ാം സ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. എന്നാൽ 4, 5, 6 സ്ഥാനത്താണ് ജാവോ പെഡ്രോ ഉള്ളത്. 15 ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ പരിസരത്തെങ്ങും മാത്യൂസ് കൂഞ്ഞ ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ എന്തുകൊണ്ട് മാത്യൂസ് കൂഞ്ഞയ്ക്ക് സ്ലോട്ട് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യുണൈറ്റഡ് ഒരു കംബാക്ക് അടിക്കുകയായിരുന്നു ഈ സീസണിൽ. മൈക്കൽ കാരിക്ക് വന്നതിന് ശേഷം യുണൈറ്റഡ് കംബാക്ക് അടിച്ചതിൽ മാത്യൂസ് കൂഞ്ഞയുടെ പങ്ക് അത് വളരെ വലുതായിരുന്നു. മാത്യൂസ് കൂഞ്ഞയുടെ കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് മാത്യൂസ് കൂഞ്ഞയ്ക്ക് ഇന്ന് ബ്രസീലിന്റെ സ്ക്വാഡിൽ സ്ലോട്ട് ഉണ്ടായത്. അപ്പോ ഇങ്ങനെയുള്ള കുറെ റിയാലിറ്റികൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചെൽസിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചെൽസിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഓരോ പ്ലെയേഴ്സിനും, അതായത് പ്രത്യേകിച്ച് ബ്രസീലിന്റെ ഓരോ പ്ലെയേഴ്സിനും അത് എഫക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. ഞാൻ കഴിഞ്ഞ ഇഗോർ തിയാഗോനെ എന്തുകൊണ്ട് സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്നില്ല, കൂഞ്ഞേക്കാളും അല്ലെങ്കിൽ ജാവോ പെഡ്രോനേക്കാളും ബെറ്റർ പുള്ളി അല്ലേ എന്ന് ചോദിച്ചപ്പോ എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവര് വലിയ ക്ലബ്ബിൽ കളിക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് സ്ലോട്ട്, പുള്ളി ചെറിയ ക്ലബ്ബിലാണല്ലോ, റെൻഫോർഡിലാണല്ലോ, അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ആൻസലോട്ടി അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നില്ല. കാരണം ആ സ്ക്വാഡ് നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പല വലിയ ക്ലബ്ബിലും കളിക്കുന്ന വലിയ പ്ലെയേഴ്സിനെ ഒക്കെ പുള്ളി തഴഞ്ഞിട്ടുണ്ട്. ആള് പെർഫോമൻസ് ബേസിൽ മാത്രം നോക്കിയിട്ടാണ് ഇപ്പൊ സ്ക്വാഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം നെയ്മറുടെ കേസ് നമുക്കറിയാം. ഇത്രയും പരിക്കിനെയൊക്കെ പിടിയിൽ നിന്നിട്ടും നെയ്മർ സാന്റോസിന് വേണ്ടിയിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ബ്രസീൽ വേൾഡ് കപ്പ് ആണ് കളിക്കുന്നത്. സോ നെയ്മർ എന്തായാലും അത്യാവശ്യമാണ് ടീമിനെ ക്യാരി ചെയ്യാൻ. ആ നമ്പർ 10 ജേഴ്സി ധരിക്കാൻ, അല്ലെങ്കിൽ അതിട്ട് ആ വെയിറ്റ് ശരീരത്തിലേറി ടീമിനെ ക്യാരി ചെയ്യാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്തായാലും അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് നെയ്മറുടെ സ്ലോട്ട് അത് അവിടെ തന്നെയുണ്ട്. അത് നെയ്മർ വന്നിരിക്കുന്നത് മറ്റാരുടെയും സ്ലോട്ടിലല്ല, അത് നെയ്മറുടെ സ്ലോട്ടിൽ തന്നെയാണ്. സോ അവിടെ വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെയാണ് കാർലോ നെയ്മറെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജാവോ പെഡ്രോയുടെ പ്രശ്നം ഇതൊക്കെയായിരുന്നു. ചെൽസിയാണ് ജാവോ പെഡ്രോയുടെ പ്രശ്നം. ജാവോ പെഡ്രോയുടെ മാത്രമല്ല എസ്തവോ വില്യൻ. ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ എസ്തവോയുടെ കേസ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.